ബെൽജിയത്തിൽ 1317 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വെർസനിലെ പള്ളി വികാരി തൻ്റെ ഇടവകാംഗമായ ഒരു രോഗിക്ക് അന്ത്യകൂദാശ നൽകുന്നതിന് അയാളുടെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ബാഗിനകത്ത് ഒരു കുസ്തോതിയും അതിനുള്ളിൽ ഒരു തിരുവോസ്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ബാഗ് ഒരു മേശയിൽ വെച്ച് രോഗിയെ കുമ്പസാരിപ്പിക്കുകയായിരുന്നു. ആ വീട്ടിലെ ഒരാൾക്ക് ആ ബാഗിൽ വെറുതെ ഒരു കൗതുകം തോന്നി. അയാൾ ബാഗ് തുറന്ന് കുസ്തോതി പുറത്തെടുത്ത് അത് തുറന്നു നോക്കി. അതിനുള്ളിൽ തിരുവോസ്തിയാണെന്ന് കണ്ട് അയാൾ വേഗം കുസ്തോതി ബാഗിനുള്ളിൽ വെച്ച് ബാഗ് അടച്ചു. എന്നിട്ട് പഴയതുപോലെ തിരിച്ചു വെച്ചു. ആ സമയം വൈദികൻ തിരുവോസ്തി എടുക്കാനായി തിരികെ എത്തി. ബാഗ് തുറന്ന് കുസ്തോതി പുറത്തെടുത്തു. കുസ്തോതി തുറന്നപ്പോൾ കണ്ടത് തിരുവോസ്തിയിൽ രക്തക്കറയും കുസ്തോതിയിൽ തിരുവോസ്തി പൊതിഞ്ഞുവെച്ച തുണിയോട് തിരുവോസ്തി ഒട്ടിയിരിക്കുന്നതുമാണ്. ഇത് കണ്ട് ഭയന്ന വൈദികൻ താൻ എന്തോ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് രോഗിക്ക് ദിവ്യകാരുണ്യം കൊടുക്കാതെ ആ വീട്ടിൽ നിന്നിറങ്ങി. അടുത്ത ഇടവക ദേവാലയത്തിലെ വികാരിയും തൻ്റെ സുഹൃത്തുമായ ലുമനെ കണ്ട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. അദ്ദേഹം ആ അത്ഭുത തിരുവോസ്തി ഹെർക്കൻ റോസിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ അവിടെ എത്തിക്കാൻ ഉപദേശിച്ചു. തുടർന്ന് കുറച്ചകലെയുള്ള ബെനഡിക്റ്റൻ ആശ്രമം ലക്ഷ്യമാക്കി ഈ പുരോഹിതൻ നടന്നു. അദ്ദേഹത്തിന് ഒരു വയലിലൂടെ നടന്നു പോകേണ്ടിയിരുന്നു. അവിടെ കാളകൾ നിലം ഉഴുതുമറിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പുരോഹിതൻ അടുത്തെത്തിയതും കാളകൾ നിശ്ചലമാവുകയും കൂട്ടത്തോടെ കാലുകൾ മടക്കി തല കുമ്പിട്ട് നിൽക്കുകയും ചെയ്തു. ബെനഡിക്റ്റൻ ആശ്രമത്തിലെത്തിയ അദ്ദേഹം രക്തം പുരണ്ട തിരുവോസ്തി എല്ലാവരെയും കാണിച്ചു. വഴിയിലുണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. മൃഗങ്ങൾ കൂട്ടമായി ദിവ്യകാരുണ്യത്തെ വണങ്ങിയ സ്ഥലത്തെ ജനങ്ങൾ സാക്രമെൻബർഗ് എന്ന് വിളിച്ചു. ഇവിടെ 1854 ഒരു ചാപ്പൽ നിർമ്മിച്ചു. 706 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ അത്ഭുത തിരുവോസ്തി അതുപോലെ തന്നെ തുടരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയുടെ മുന്നിൽ മൃഗങ്ങൾ പോലും മുട്ടുമടക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഈ ലോകത്തിൽ സകല മനുഷ്യരും സർവ്വജീവജാലങ്ങളും അങ്ങേ തിരുമുൻപിൽ മുട്ടുമടക്കാൻ അങ്ങ് തിരുമനസ്സാകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.